അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇതേപോലെ ഒരു കഷ്ണം പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു ബ്രഷോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ കുറേ ഉണ്ടാക്കിയെടുക്കുക. ഇനി അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ഇനി ഒരു പഴയ പാത്രം എടുത്തിട്ട് ആദ്യമേ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച പേപ്പർ ഇങ്ങനെ ഇതേപോലെ ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ, ഫുള്ളായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇനി അടുത്ത പണിയാണ് കുറച്ച് ഇടങ്ങാറുള്ളത്. അതായത് ആ ഒരു പാത്രത്തിന് മൂടി സെറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബ്രഷുമേൽ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഫസ്റ്റത്തെ കഴിയുമ്പോൾ അടുത്ത ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ലോക്ക് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഇതേപോലെ വലിയതാക്കി എടുക്കണം. അപ്പൊ അതിന് ഓക്കെ ആണെന്നൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഇനി അതേപോലത്തെ ചെറുതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് കുറച്ചൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ തലക്കല ഒട്ടിച്ചിട്ട് അതേപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂവിന്റെ ഇതള് പോലെ കിട്ടും. അതിന്റെ സെന്ററിൽ അതേപോലെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചിട്ട് അതിന്റെ ചുറ്റിലും അതേപോലെ പൂ പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പെയിന്റിങ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പാത്രത്തിനും പിന്നെ ആ ഒരു മൂടിക്കും പർപ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലവറിന് ഞാൻ ആദ്യം വൈറ്റ് കൊടുത്ത്, അപ്പൊ എനിക്ക് അത്ര തന്നെ ഓക്കെ ആയി തോന്നിയില്ല. എന്നിട്ട് ഞാനത് മാറ്റിയിട്ട് വീണ്ടും യെല്ലോ വെച്ച് അടിച്ചു കൊടുത്ത്, അപ്പോൾ കുറച്ചും കൂടെ ഭംഗി തോന്നി. ഇനി ആ ഒരു പാത്രത്തിനും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലേ എന്നൊക്കെ പറയാം. പിന്നെ ഉള്ളിൽ ഞാൻ വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി.